അതെ, ഇന്ന് നമുക്കൊരു വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിത് നമ്മുടെ നീല കളറിലെ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറിയ കഷ്ണത്തിൽ വലിയ കട്ടി ഇല്ലാതെ വട്ടത്തിൽ ഒന്നരിഞ്ഞ് വെള്ളത്തിലോട്ട് ഇടുവാണ്, അതിൻ്റെ കറയൊന്ന് പോകാൻ വേണ്ടി. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ കറ അങ്ങ് പൊക്കോളൂ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഉലച്ച് കഴുകിയെടുത്തിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ പെരിഞ്ജീരകം, ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല, ഇത്രയെല്ലാം കൂടെ ചേർത്ത് അതിനകത്തോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ വിനാഗിരിയും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് വേണം നമ്മുടെ ഈ കഴുകി വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ എടുത്ത് അതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നല്ലപോലെ എല്ലായിടത്തും മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ആ നമ്മുടെ വിനാഗിരിയുടെ ഒരു പുളിയും, ഇനി വിനാഗിരി ചേർക്കേണ്ടാത്തവർക്ക് നാരങ്ങാനീര് ചേർക്കാം, ആ പുളിയും എരിവും എല്ലാം ഒന്ന് കറക്റ്റായിട്ട് ഉപ്പുമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരു പാൻ എടുപ്പ് വെച്ച് അതിനകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണ വേണ്ടിയവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം, ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി കറിവേപ്പിലയും കൂടെ അങ്ങ് നിരത്തി വെച്ചിട്ട് നമ്മൾ മീൻ പെറുക്കി വെച്ച് ഫ്രൈ ആക്കുന്ന പോലെ തന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അങ്ങ് പെറുക്കി വെച്ച് നമുക്ക് ഫ്രൈ ആക്കി എടുക്കുക. ഇതൊരു 2-3 സെക്കൻഡ് മതി കേട്ടോ, ഇതൊന്ന് കുക്കായി കിട്ടാനായിട്ട്. നമുക്ക് ഒത്തിരി നേരം വിട്ട് അങ്ങനെ കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, വഴുതനങ്ങയാണല്ലോ, പെട്ടെന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് മീൻ കൂട്ടാൻ മേലാത്ത സമയമോ അല്ലെങ്കിൽ നോയമ്പോ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് മീന് പകരമായിട്ട് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സംഭവമാട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പേഴ്സണലി ചോറിനാനൊക്കെയായിട്ട് നല്ലതാണ്, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. നമുക്ക് ആ വഴുതനങ്ങയുടെ ആ ഒരു ഇതിൽ പക്ഷേ നല്ല രുചിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഇങ്ങനെ ഈ വഴുതനങ്ങ ഇങ്ങനെ ഫ്രൈ ആക്കാത്തവരൊക്കെ. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ അടിപൊളി വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കാത്തവരൊക്കെ കൂട്ടാത്തവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിസ്സാര സമയമേ ഉള്ളൂ, പെട്ടെന്ന് പണി തീരുകയും ചെയ്യും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.